പാണക്കാട്ടെ തങ്ങന്മാരെ ചങ്ങായിയെ ആരും ഒഴിവാക്കിയിരുന്നില്ല. പാണക്കാട്ടെ തങ്ങന്മാർ എല്ലായിടത്തും ഉണ്ട്. അവരിപ്പോൾ എല്ലാ പരിപാടിയിലും ഉണ്ട്. എല്ലാ പരിപാടിയിലും എന്ന് പറഞ്ഞാൽ പാണക്കാട്ടെ തങ്ങന്മാരുണ്ട്. പക്ഷെ പാണക്കാട്ടെ തങ്ങന്മാർ എവിടെയും മാറ്റി നിർത്തിയിട്ടില്ല. ഒരു പൊതുരംഗത്തുണ്ട്, രാഷ്ട്രീയ രംഗത്തുണ്ട്, മതരംഗങ്ങളിലും ഒക്കെ ഉണ്ട് പാണക്കാട്ടെ തങ്ങന്മാർ. പക്ഷേ ഇപ്പോൾ പറ്റിയ കേടെന്താ രേജ്, എൻ്റെ കാലം അവിടെ കുത്തി ഈ ജോലിക്ക് വേണ്ടിയിട്ട് പറയലെടുത്തി എൻ്റെ സ്നേഹവും ധനൗഷാദ് പറയണമെന്ന് കേട്ടോക്കാണ്. പ്രത്യേകിച്ച് പാണക്കാട് സാദാത്യങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഒരു മുന്നോട്ടുള്ള ജൈത്രയാത്ര അതൊരിക്കലും ഈ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്ന സംഗതിയല്ല. ഇതല്ലേ ശംസുൽ ഉലമ നമ്മളെ പഠിപ്പിച്ചത്. ആ പറഞ്ഞു തന്ന വാക്കിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇത് കേട്ടാൽ കരുതും, ആൾക്കാർ കരുതും പാണക്കാട്ടെ തങ്ങന്മാരാരൊക്കെ മാറ്റി നിർത്തിയിരിക്കണ്. ആരും മാറ്റി നിർത്തിയിട്ടില്ല, ഒരാളും മാറ്റി നിർത്തിയിട്ടില്ല. പാണക്കാട്ടെ തങ്ങന്മാരെ രംഗങ്ങളിലേക്ക് കൊണ്ടേ ചെയ്യണുള്ളൂ. പക്ഷേ അവിടെ ചെറിയ ഒന്ന് രണ്ട് ഫാൾട്ടുകൾ സംഭവിച്ചു. ഫാൾട്ടുകൾ പറഞ്ഞാൽ പെണ്ണുങ്ങൾ പുറത്തിയാടലെടുത്തി പല വിഷയങ്ങളിലും. അത് ഇജ്ജവിടെ കാറുത്തിയിട്ട് എൻ്റെ കാട്ടുകളിലും ദ്വാ ചെയ്തിട്ട്, പ്രത്യേകിച്ച് പാണക്കാട്ടെ തങ്ങൾ എന്നൊക്കെ പറഞ്ഞു കണ്ട് എൻ്റെ കാട്ടുകളിലും ദ്വാ ചെയ്യുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം നമുക്ക്. അള്ളാന്റെ റസൂലിന്റെ അഹ്ലു ബൈത്ത് അവരെ നമ്മൾ വേദനിപ്പിക്കരുത്, വിഷമിപ്പിക്കരുത്. പ്രത്യേകം പരിഗണന നൽകിയ തറവാട്ടിലുള്ള മഹാന്മാരായ അഹ്ലു ബൈത്തുണ്ട്. പാണക്കാട് പൂക്കോയ തങ്ങളെ പോലോത്ത ഔലിയാക്കള ലോകത്ത് വിരാജിച്ച മഹാന്മാരെ തറവാടാണത്. അങ്ങനത്തെ മഹാന്മാരായ അഹ്ലു ബൈത്ത് അവരെ നമ്മൾ നിന്ദിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരും. നിന്റെ ദീന് തന്നെ ചോർന്നു പോകും, ഹിദായത്ത് തന്നെ ഇല്ലാതെ ആയിപ്പോകും. നിന്റെ നാവിൽ നിന്ന് നീ ഉദ്ദേശിക്കാത്തത് തന്നെ പഴച്ചു വന്നു പോകും. കളി അല്ലാഹുവിന്റെ റസൂലിന്റെ മക്കളോട് വേണ്ട. അല്ലാഹുവേ മാലിക്. കേട്ടില്ലേ? പ്രത്യേകിച്ച് പാണക്കാട്ടെ തങ്ങന്മാരോട് പ്രത്യേകിച്ചൊരു കളിയൊന്നും വേണ്ട. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻ്റെ നാവിന്ന് പിഴവ് വരും, അങ്ങനെ വരും ഇങ്ങനെ വരും എന്ന് പറഞ്ഞിട്ട് പാണക്കാട്ട് തങ്ങന്മാരൊന്ന് പൊന്തിച്ചുകാണ്ട് ലീഗുകാരൊന്ന് കയ്യിലാക്കാൻ വേണ്ടിക്കൊണ്ടാണ്. അതിപ്പോൾ പാണക്കാട്ടെ തങ്ങന്മാരങ്ങോട്ട് പൊന്തിച്ച് പറയുമ്പോൾ ലീഗുകാർ എൻ്റെ ഒപ്പം കൂടുമെന്ന് എഴുതിയാണ്. അത് എഴുതിയിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഇവൻ പറയലോട് കൂടെ ഒക്കെ ആകെ നസികുസിയായി. ഇവൻ പറയലോട് കൂടിയാണ് ആകെ തുമ്പില്ലാതായത്. ഞതാ വാക്കി റഹ്മത്തുള്ള ഖാസിമി പറയുന്നുണ്ട്, അന്ന് കേട്ടു നോക്കാം നമുക്ക്. മനസ്സിലായില്ല? ഇന്നാലിന്റെ കുടുംബത്തിലെ സയ്യിദന്മാർ മഹാന്മാരാണ്, മറ്റൊക്കെ സാധാരണ സയ്യിദന്മാരാണ് എന്നാണ് ഇന്ന് നിങ്ങൾ സമസ്തയടക്കം പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയാണ്. അത് പുറത്ത് പറഞ്ഞാലോ പറഞ്ഞില്ലെങ്കിലും ഈ കഴിഞ്ഞ അടുത്ത കാലത്ത് പോലും ഒരു സമ്മേളനത്തിൽ അതൊരു പ്രത്യേക സയ്യിദ് കുടുംബമാണ് എന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ജഹിലാണ്, അത് റഹ്ബാനിയത്താണ്, അത് ദീനല്ല. അങ്ങനെ വരുമ്പോൾ ഇവർ ചെയ്തതെല്ലാം ശരിയാണെന്ന് സാധുക്കൾ ധരിക്കും. ഇപ്പൊ നിലവിൽ വളർന്നു വരുന്ന യൂത്ത് ഇതായിരിക്കും ദീനെന്ന് ധരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം സുന്നീന് പറഞ്ഞ് മേലെ നടക്കുന്നവരെ ഇവരുമായിക്കാണ്, ഇവരിലൂടെ വഹാബിസം പുറത്തേക്ക് വരുന്നു ആവുകയാണ്. അപ്പോൾ പിന്നെ പുതിയ യൂത്തിന്റെ മതം വഹാബിസവും അല്ലെങ്കിൽ ലിബറൽ വഹാബിസവും എങ്ങനെ നമുക്ക് കണ്ടില്ലേ റഹ്മത്തുള്ള ഖാസിമി പറഞ്ഞത്? ഇപ്പൊ അടുത്തൊരു സമ്മേളനത്തിന് കേട്ടു അതിന് പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റഹ്മത്തുള്ള ഖാസിമി ഇപ്പോൾ പറഞ്ഞെന്താ, സയ്യിദ് കുടുംബം എന്ന് പറഞ്ഞാൽ എല്ലാവരും അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരക്കുട്ടികൾ എന്നുള്ള നിലക്ക് എല്ലാവരും ഒരേമാതിരി തന്നെയാണ്. പിന്നെ ഇൽമ് പഠിച്ച തങ്ങന്മാരുണ്ടാവും, പഠിച്ച ആളുകൾ കുറച്ച് മേലെ ഉണ്ടാവും. പഠിച്ച ആൾക്കാർ മേലുള്ളവരാണ്. അതൊക്കെയാണ് തങ്ങന്മാരുടേത്. ഇതിപ്പോൾ എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞെങ്കിലേ എന്തുള്ളൂ, ഈ ലീഗുകാരും ഒപ്പം കൂടുള്ളൂ എന്നുള്ള നിലക്കാണ് നൗഷാദും കോമാട്ടുചാലിൽ അതും നിന്നത്. പക്ഷേ ഇവരുടെ കാല് കുത്തലോട് കൂടെ ഇറ്റങ്ങൾ ആകെ അങ്ങോട്ട് കെതിട്ടു. പെണ്ണുങ്ങൾ വരെ പുറത്തിയാടിയില്ലേ? നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ പെണ്ണുങ്ങൾ വരെ ചാടിയത്. ആ തങ്ങൾ കുടുംബത്തിലെ അടുക്കളയിലെ അവരുടെ ഭാര്യമാർ 90% പെണ്ണുങ്ങൾ വഹാബിച്ചികളാണ്. പാണക്കാട്ടത്തെ തങ്ങന്മാരാണ് ഇപ്പോൾ ഈ പറയുന്നത് കേട്ടോ. പാണക്കാട്ടത്തെ തങ്ങന്മാരാണ് ഈ പറയുന്നത്. അത്
ഞാൻ തികച്ചും വിശ്വസിക്കുന്നത് കുരുവട്ടൂരികൾ അവിടെ പോയി കാല് കുത്തി ആ മൗലൂദിൽ പങ്കെടുത്ത അന്ന് മുതലാണ് ഇതിങ്ങനെ പ്ലേസ് ആയത്. ഒക്കെ തെറ്റ് പറ്റി, തെറ്റ് ആർക്ക് പറ്റിയാലും തെറ്റെന്നേ മനസ്സിലാക്കണ്ടോ. ഇന്ന് നമ്മളെ സയ്യിദന്മാരെ വലിയ വലിയ നിങ്ങൾ കൈ മുത്തിക്കൊണ്ട് നടക്കുന്ന ഈ സയ്യിദന്മാരെ വഹാബിസം ഭരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ? പ്രധാനപ്പെട്ട കാരണം അവരുടെ ഭാര്യമാർ അവർ രാത്രി ശയിക്കുന്ന അവരുടെ കിടപ്പറയിൽ ഇന്നലെ രാത്രി നേരം വെളുക്കുന്നവരെ കൂടെ കിടന്നുറങ്ങിയ ഭാര്യമാരാരാണ്? പക്ക ജുമാക്ക് പോകുന്ന വഹാബികൾ. ഈ സയ്യിദന്മാരെല്ലാം നമ്മൾ ഏറ്റിക്കൊണ്ട് നടക്കുന്ന സയ്യിദന്മാരുടെ എല്ലാം അവരുടെ അടുക്കളയിൽ അവരുടെ ഭാര്യമായുള്ളത് 90% സയ്യിദന്മാരുടെയും ഭാര്യമാര് പക്ക വഹാബികളാണ്. അപ്പൊ അവരുടെ ഉള്ളിന്റെ എന്താണ്? വഹാബിസാണ്. അത് അങ്ങനെ കേറൂ. അത് വഹാബിസാണ് അവരുടെ ഉള്ളിൽ. അതങ്ങനെ വർക്ക് ചെയ്യുള്ളൂ. ആ വഹാബിസത്തിലേക്ക് ആധുനിക വിദ്യാഭ്യാസം കൂടി കയറി വന്നപ്പോൾ അതെന്തായി മാറി? ലിബറലിസം. നിങ്ങൾ കേട്ടത് മുഴുവനും കൂടി വഹാബിസല്ല, ലിബറലിസാണത്. അപ്പൊ എന്താ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നീ ഇവരെ ഏറ്റിക്കൊണ്ടാണ് ഇവരെയും കയ്യും മുത്തി ഇവരെ കൊണ്ട് ഉദ്ഘാടനമൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ സുന്നിയെ നിലനിർത്താൻ കഴിയില്ല. അതിന് അവരെ മാറ്റി നിർത്തണം. അവരെ ബഹുമാനിക്കും വേണം, അവരെ ബഹുമാനിക്കണം. ഞാൻ പക്ക വഹാബിയാണെന്ന് അവർ പരസ്യമായി പറയാത്ത കാലത്തോളം അവരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പക്ഷെ അവരിലൂടെ ഒരു പ്രൊഡക്റ്റായി പുറത്തു വരുന്നത് എന്തായിരിക്കും? വഹാബിസം. അതിനെ നമ്മൾ സ്വീകരിക്കണ്ട, അവരെ നമ്മൾ ബഹുമാനിക്കണം. ഈ സയ്യിദന്മാരെ മുഴുവൻ ബഹുമാനിക്കണം. പക്ഷെ അതേ സമയത്ത് അവരെ നമ്മൾ ഉൾക്കൊള്ളരുത്. എന്തുകൊണ്ട്? അവരെ ഉള്ളിൽ ആക്ട് ചെയ്യുന്നത് വഹാബിസാണ്. കണ്ടോ, റഹ്മത്തുള്ളാഹി ഖാസിമിയാണ് ഈ പറയുന്നത്. പാണക്കാട് മുഴുവനും വഹാബീസത്തിലാണ് പെണ്ണുങ്ങൾ പോണത്. അത് തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു തങ്ങൾ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അതും കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് സയ്യിദ് അബ്ദുള്ള മഷൂർ തങ്ങൾ, കൊയിലാണ്ടിയാണ്. പാണക്കാട് തങ്ങന്മാരെ നിജസ്ഥിതി അറിയാൻ വേണ്ടി ചോദിച്ച കൊണ്ട് പറയാണ്. അതായത് ബഹുമാനപ്പെട്ട മുനവ്വറി തങ്ങൾ വിവാഹം കഴിച്ചത് കൊയിലാണ്ടി സയ്യിദ് അബ്ദുള്ള സഖാഫ് എന്ന അവരുടെ മകളെയാണ്. ഈ അബ്ദുള്ള സഖാഫ് എന്ന് പറഞ്ഞാൽ കടുത്ത മുജാഹിദിന്റെ നേതാവും കൂടിയാണ്. ഈ അബ്ദുള്ള സഖാഫിന്റെ പിതാവാണ് അസഖാഫ് പൂക്കോയ തങ്ങൾ. ആ പൂക്കോയ തങ്ങൾ അഞ്ചനാണ് സയ്യിദ് ചെറിയ കോയ തങ്ങൾ സഖാഫ്. ഈ ചെറിയ കോയ തങ്ങളെ മകളെ കെട്ടിയത് അബ്ബാസ് അലി തങ്ങളാണ്. ഇവരെല്ലാം കടുത്ത മുജാഹിദുകളും മുജാഹിദിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നവരും മുജാഹിദുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കന്മാർ കൂടിയാണ്. ഈ വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ സ്ഥിരമായി ജുമാക്കെല്ലാം കൊയിലാണ്ടി മുജാഹിദ് പള്ളിയിൽ പോകുന്നവരും കൂടിയാണ്. പിന്നെ ഇപ്പൊ ഈ കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞതിൽ നമുക്കൊന്നും അത്ഭുതം തോന്നുന്നില്ല. ഇതിന്റെ അപ്പുറം പറഞ്ഞെങ്കിൽ അത്ഭുതമില്ല. കാരണം അവരുടെ ജീവിത പശ്ചാത്തലം എങ്ങനെയാണ്. പാണക്കാട്ട് തങ്ങന്മാരെന്ന് മലപ്പുറത്തുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കേട്ടവർക്ക് അത്ഭുതം തോന്നും. നമുക്കൊന്നും അത്ഭുതം തോന്നുന്നില്ല. കാരണം അവരുടെ ജീവിതം മുഴുവനും മുജാഹിദുകളുമായിട്ടുള്ള ജീവിതമാണ്. ഇതാണ് ഇതിന്റെ നിജസ്ഥിതി. ഇതിലെനിക്ക് പറയാനുള്ളൂ. ഇതാണ് പാണക്കാട്ടത്തെ തങ്ങന്മാരുടെ ബീവികളുടെ വിവരം മഷ്ഹൂർ തങ്ങൾ കൊയിലാണ്ടി പറയുന്നത്. അവരുമായി ബന്ധമുള്ള ആളാണല്ലോ മൂപ്പര് പറയുന്നത്. ഇതൊക്കെ ഇപ്പോൾ പുറത്ത് ഇതിപ്പോൾ ഇന്നൊന്നരി ഉള്ളതല്ല കേസ്. മഷൂർ തങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ വർഷങ്ങൾക്ക് മുമ്പുണ്ട് ഇത്. കാരണം മുനവ്വറലി തങ്ങളുടെ ഭാര്യയുടെ പിതാവും കുടുംബങ്ങളിലും വഹാബീസ് ഉണ്ടെങ്കിൽ ഇത്രയും കാലം അതൊന്നും പുറത്തിയാടിയിട്ടില്ലല്ലോ. പുറത്തിയാടി എങ്ങനെയാണ്? ഇത് കുരുവട്ടൂരികൾ ചെന്നു. കുരുവട്ടൂരികളുടെ കാല് കുത്തലോടുകൂടെ ഐറ്റങ്ങൾക്കും വലിയ പേര് ദോഷം വന്നു. അതാണ്ടായതിപ്പോൾ. Never said that women can't enter masjid. പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ്. അവിടെ എൻട്രൻസ് ഇല്ല, അവിടെ വുമൺ. ഇത് നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ്. പാണക്കാട് മുനവ്വറലി തങ്ങളുടെ മകള്, ഞാൻ ആലോചിച്ച് പോവാണ്. ഞാൻ ഇപ്പൊ എടുത്ത എൻ്റെ ഒരു സുഹൃത്ത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് പറഞ്ഞ ഒരു കഥ ഇപ്പോഴും ഓർത്തു പോവാണ്. പിന്നെ ഈ ഒരു സംഭവം വരുമ്പോ, അതായത് പാണക്കാട് സയ്യിദ് ഉമർ അലി തങ്ങളുടെ ഭാര്യ മരണപ്പെട്ടപ്പോ
പിന്നെ ഭാര്യ മരണപ്പെടുന്ന സമയത്ത് ഉമറലി തങ്ങളോട് പിന്നെ പത്രക്കാർ വന്നിട്ട് ഫോട്ടോ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ആ ഫോട്ടോ ആവശ്യപ്പെടുന്ന സമയത്ത് പാണക്കാട് തങ്ങന്മാരുടെ ബീവിമാരുടെ ഫോട്ടോ ഒരിക്കലും പുറത്തു കൊടുക്കാറില്ല എന്ന് അന്ന് പാണക്കാട് ഉമറലി തങ്ങൾ പറഞ്ഞ ഒരു അനുഭവം ഇപ്പോഴും ഇവിടെ പങ്കുവെക്കാൻ നന്നാവും എന്ന് മനസ്സിലാകുന്നു. കാരണം അത്രത്തോളം ആയിരുന്നു. നമ്മളാരും ആ കുടുംബത്തിലെ ഒരു സ്ത്രീയെ പോലും ഒരു ബീവിമാരെ പോലും നമ്മൾ കണ്ടിട്ടില്ല. അത്രയും വളരെ സംശുദ്ധമായ ഒരു ജീവിതത്തിന്റെ ഉടമകളായിരുന്നു. ഇന്ന് കാലം മാറി, ഒക്കെ പുരോഗമനത്തിന് വഴിമാറി. ആ പുരോഗമനത്തിന്റെ വഴിയാണ് ഇപ്പൊ മുനവ്വറലി തങ്ങൾ യഥാർത്ഥത്തിൽ ആ തറവാട്ടിന്റെ ഉള്ളിൽ ബിദഈ ആശയം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണിത്. മക്കളെ പഠിപ്പിക്കുന്നത് പോലും ബിദഅത്തിന്റെ ആശയങ്ങളാണെന്നുള്ളതിന്റെ ആ ഒരു പിന്നെ ആശയമാണ് മുനവ്വറലി തങ്ങളുടെ മകളുടെ സംസാരത്തിലൂടെ നമുക്ക് ബോധ്യമാകുന്നത്. ഇത് വലിയ അപകടം ചെയ്യും. വലിയ ഒരു സമൂഹം ഇവരെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്. ഇവരൊക്കെ പുരോഗമനവാദത്തിന്റെയും ബിദഈ ആശയത്തിന്റെ പിന്നാലെ പോയാൽ ഇത് തുറന്നു പറയൽ അനിവാര്യമാണ്. ഇനിയും മൗനം അവലംബിച്ചാൽ വലിയ ഒരു സമൂഹം സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ച് നാളെ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് പെണ്ണുങ്ങൾ പള്ളിയിൽ കയറാൻ നമ്മുടെ സമുദായത്തിൽപ്പെട്ട നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ വന്നാൽ തന്നെ അത് വലിയ അത്ഭുതമില്ല. അതുകൊണ്ട് ഇനിയും മൗനം വെടിഞ്ഞ് പരസ്യമായി രംഗത്ത് വട്ടൂരി നൗഷാദേ, ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും എനിക്കെന്ത് ഇതൊന്നും പറയാനില്ലല്ലേ? എനിക്ക് പേരോട് ഉസ്താദിൻ്റെ നെഞ്ഞത്തേക്ക് കയറാൻ നോക്കടാജ്.